സാധാരണ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, തട്ടിപ്പറിച്ചാൽ പൊട്ടിത്തെറി. ഈ യാഥാർത്ഥ്യം വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ ഏറ്റുപറച്ചിൽ ഞാൻ കേട്ടതാണ്. എന്റെ അപ്പന് ഗുണ്ടകളുണ്ടായിരുന്നു. പറഞ്ഞാൽ അപ്പം പറയുന്നത് പോലെ ചെയ്യാനായിട്ട് ഗുണ്ടകൾ. ഇനി ആ ഗുണ്ടകൾക്ക് അപ്പനെ കൊണ്ട് ഉപകാരം ഉണ്ടായി, ആ ഗുണ്ടകളെ കൊണ്ട് അപ്പനും ഉപകാരം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ചിലരുടെയൊക്കെ അന്യായമായ രീതിയിൽ അവരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയൊക്കെ അപ്പം പലതും സമ്പാദിച്ചു. ഇന്നത്തെ അപ്പന്റെ അവസ്ഥ അദ്ദേഹം പറഞ്ഞത്, എന്റെ അപ്പൻ ആഗ്രഹമുണ്ട് ഒന്ന് മരിച്ചു കിട്ടണമെന്ന്, എന്റെ വീട്ടുകാർക്ക് ആഗ്രഹമുണ്ട് അപ്പനൊന്ന് മരിക്കണമെന്ന്. കാരണം അതുപോലത്തെ ഒരു ദുരവസ്ഥയിൽ, വേദനാജനകമായ അവസ്ഥയിൽ എന്നാ ഒട്ട് മരിക്കുന്നുമില്ല, ആ അവസ്ഥയും ജീവിക്കുന്നു. അപ്പൊ അവർക്ക് അവരുടെ തന്നെ മനസ്സിൽ വന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലുമൊക്കെ പരിഹാര പ്രവൃത്തികൾ ആവശ്യമാണ്, അത് ചെയ്യാതെ അപ്പം മരിക്കത്തില്ലെന്ന്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലൂടെ, തട്ടിപ്പറിച്ചാൽ പൊട്ടിത്തെറിക്കും. നമുക്കൊരു 7 ബൈബിൾ കഥാപാത്രങ്ങളെ ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന 2 പേര് ആഹാബും ജസബലും. ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും. ഈ 2 പേരും ചേർന്ന് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം തട്ടിപ്പറിച്ചെടുത്തു. 1 രാജാക്കന്മാർ 21 അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് കാണാൻ പറ്റും. എന്തായിരുന്നു റിസൾട്ട്? 2 പേരും പൊട്ടിത്തെറിച്ചു അവരുടെ ജീവിതത്തിൽ. അതാണ് നമ്മൾ കാണുക. 1 രാജാക്കന്മാർ 22 അധ്യായം 29 മുതൽ വായിക്കുമ്പോൾ ആഹാബ് എങ്ങനെ മരണപ്പെട്ടു? വളരെ അപ്രതീക്ഷിതമായിട്ട്, യാദൃച്ഛികമായിട്ട് ഒരാൾ വിട്ട ഒരു അമ്പ അത് വന്ന് അവന്റെ പടച്ചട്ടയുടെ ജോയിന്റ് കൊണ്ടിട്ട് അത് ഉള്ളിലേക്ക് കയറി അവന്റെ ഹൃദയം ഭേദിച്ച് രക്തം വാർന്നവൻ മരിച്ചു. ഏതാണ്ട് പൊട്ടിത്തെറിച്ച അവസ്ഥ. ജസബലിന്റെ കാര്യം കാണാൻ പറ്റും. 2 രാജാക്കന്മാർ 9 അധ്യായം 30 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവളെ കുതിരകൾ ചവിട്ടിത്തേക്കുന്ന രംഗം, അവളുടെ മാംസം നായ്കൾ ഭക്ഷിക്കുന്ന ഒരു രംഗം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവളുടെ ജീവിതവും ശരിക്കും പൊട്ടിത്തെറിച്ചു. അതാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുക. മറ്റൊരു വ്യക്തി അബിമേലെക്കാണ്. അബിമേലെക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 9 അധ്യായം എടുത്താൽ അവൻ രാജാവാകുന്ന അവര് രാജപദവി പിടിച്ചെടുത്തവനാണ്, തട്ടിപ്പറിച്ചെടുത്തവനാണ്. അതിന് അവന്റെ തന്നെ കുടുംബത്തിലുള്ള 70 പേരെ അവൻ വധിച്ചു. അങ്ങനെ പിടിച്ചെടുത്തതാണ് രാജത്വം. ന്യായാധിപന്മാർ 9 അധ്യായത്തിന്റെ 53 വചനം എടുത്താൽ പൊട്ടിത്തെറിച്ച അബിമേലെക്കിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഒരു സ്ത്രീ അരകല്ലും പിള്ള അവന്റെ തലയോട് അരകല്ലും പിള്ള കൊണ്ട് അടിച്ച് പൊട്ടിക്കുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. എന്നൊക്കെ രാജത്വം തട്ടിപ്പറിച്ചെടുത്തിട്ട് അവന്റെ ജീവിതം പൊട്ടിത്തെറിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. മറ്റൊരു ബൈബിൾ കഥാപാത്രമാണ് അമ്നോൻ. അവൻ താമാറിനെ, അവന്റെ ജഡസുഖത്തിനെ തട്ടിപ്പറിച്ചെടുത്തു. പല നമ്പരിറക്കി സൂത്രം കാണിച്ച് രോഗം നടിച്ചൊക്കെയാണ് അവന് അത് സാധ്യമായത്. 2 സാമുവേൽ 13 അധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാൽ ഇത് കാണാൻ പറ്റും. പിന്നീട് നമ്മൾ കാണുകയാണ്, അബ്സലോം ഓർഡർ ഇട്ടതനുസരിച്ച് അമ്നോനെ കുടിച്ച് ഉന്മത്തനാക്കിയിട്ട് അവനെ വെട്ടിക്കൊല്ലുന്ന രംഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അവന്റെ ജീവിതവും അതുപോലെ പൊട്ടിത്തെറിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിന് കാരണക്കാരനായ അബ്സലോമിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? പിന്നീട് നമ്മൾ കാണുകയാണ്, അബ്സലോം അവനും ഒരുപാട് അരുതാത്ത പ്രവൃത്തികൾ ചെയ്തവനാണ്. അവന്റെ അപ്പൻ ദാവീദിന്റെ ഉപനാരിയെ പട്ടാപ്പകൽ പ്രാപിച്ചവനാണ് അമ്നോൻ. നമ്മൾ കാണുന്നു അമ്നോന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 സാമുവേൽ 16:22 ദാവീദിന്റെ ഉപനാരിയെ പ്രാപിച്ച ആ ഒരു രംഗം. 2 സാമുവേൽ 18:9 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, യോവാബ് അവനെ 3 കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുന്ന ഒരു രംഗമാണ്. അവനിങ്ങനെ ഒരു ഓക്കുമരത്തിൽ ജീവനോടെ തൂങ്ങിക്കിടക്കുന്നു. ഇവൻ ചെന്നിട്ട് കുന്തം അവന്റെ ചങ്കിൽ കുത്തിക്കയറ്റി അവനെ കൊല്ലുന്നത് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ അബ്സലോമിന്റെ ജീവിതം പൊട്ടിത്തെറിക്കുകയല്ലേ ചെയ്തത്. മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും, അതാണ് സാവൂൾ. അവൻ ഗിബയോൻകാരെ വഞ്ചിച്ച് അവരെ കൊലപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തായിരുന്നു അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചത്? സാവൂളിന്റെ കുടുംബത്തിൽ നിന്നും 7 പേരെ അവരെ ആവശ്യപ്പെട്ടു, അവരെ തൂക്കിലിട്ട് കൊല്ലുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ 1 സാമുവേൽ 31 അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രവൃത്തി ചെയ്ത സാവൂളിനും സാവൂളിന്റെ മക്കൾക്കും സംഭവിച്ചത്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫിലിസ്തീയർ വന്നിട്ട് ഇവരെ കീഴടക്കും. എന്നിട്ട് സാവൂളിന്റെ 3 മക്കളെ തലവെട്ടി മാറ്റുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആ കുടുംബത്തിലുള്ള ഈ വ്യക്തികളെല്ലാം ശരിക്കും പൊട്ടിത്തെറിച്ച അവസ്ഥയിലേക്കല്ലേ പോയത്. അവസാനത്തെ ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മെനലാവൂസ്. പണം കൊടുത്ത് പദവി വാങ്ങിച്ചവനാണ് മെനലാവൂസ്. പുരോഹിത എന്ന് പറഞ്ഞാൽ പ്രധാന പുരോഹിത സ്ഥാനം അത് കിട്ടാൻ വേണ്ടി അവൻ തിരിമറി കാണിച്ചു, പണം മുടക്കി, അങ്ങനെ ആ സ്ഥാനം പിടിച്ചെടുക്കുന്നത് കാണാൻ പറ്റും. 2 മക്കബായർ 4 അധ്യായം 23 മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇക്കാര്യങ്ങളാണ്. എങ്ങനെയായിരുന്നു മെനലാവൂസിന്റെ അന്ത്യം? അത് 2 മക്കബായർ 13 അധ്യായത്തിന്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ മതി. ഇവന്റെ പ്രവൃത്തിയെക്കുറിച്ച് രാജാവ് മനസ്സിലാക്കി അവനെ ശിക്ഷിക്കാൻ ഓർഡർ ഇട്ടു. അതും പ്രത്യേക ഒരു മെഷീൻ ഉപയോഗിച്ചു. അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു 50 മുഴമുള്ള
ഒരു വലിയ ഒരു കെട്ടിടം പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനകത്തെല്ലാം ചാരമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, അതിലൊരു മെഷീൻ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ മെഷീൻ്റെ അടുത്തേക്ക് ഇങ്ങനെയുള്ള കുറ്റവാളികളെ കൊണ്ട് നിർത്തിയാൽ മതി. അത് ഓണാക്കി കഴിയുമ്പം ഈ ആള് ആ മെഷീൻ തന്നെ എടുത്ത് അകത്തേക്ക് എറിയും. അതിനകത്തെല്ലാം തീയാണ്. അങ്ങനെ ആ തീക്കകത്ത് കിടന്ന് അവൻ ചാരമായി മാറി. അവന് മാന്യമായ ഒരു ശവാടക്ക് പോലും കിട്ടിയില്ല എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാണാൻ പറ്റും. 7 ബൈബിൾ കഥാപാത്രങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, തട്ടിപ്പറിച്ചാൽ പൊട്ടിത്തെറിക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ വഴിക്ക് പോകാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിനുവേണ്ട വിവേകവും അഭിഷേകം കിട്ടുവാൻ നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. തിന്മ നിരൂപിക്കുന്ന വ്യക്തികളുണ്ട്. എവിടെ ഇരുന്നാലും തിന്മ നിരൂപിക്കരുത്. അങ്ങനെയുള്ളവരുടെ മാനസാന്തരത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.